ഹലോ, എല്ലാവർക്കും മെക്ടൂർ സോണിലേക്ക് സ്വാഗതം. അടുത്ത ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. ഇതിലെ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസ് എന്ന് അറിഞ്ഞിരിക്കുക. സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി കൊസീക് തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ ആണ്, അതുകൊണ്ടാണ് ഹൈപ്പോട്ടന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സീക് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയുടെ റെസിപ്രോക്കലും കോട്ട് തീറ്റ എന്ന് പറയുന്നത് ടാൻ തീറ്റയുടെ റെസിപ്രോക്കലുമാണ്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസ് എന്ന് പറയുന്നത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1, സീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, പിന്നെ കൊസീക് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോട്ട് സ്ക്വയർ തീറ്റ. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും എന്തായാലും പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ആംഗിൾസ് രണ്ട് രീതിയിൽ മെഷർ ചെയ്യാം, ഒന്ന് ഡിഗ്രിയിലും ഒന്ന് റേഡിയൻസിലും. അപ്പോൾ ഇതിന്റെ കൺവേർഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ് d/180 ഈക്വൽ ടു r/π. ഇനി d എന്ന് പറയുന്ന സ്ഥലത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രിയും r എന്ന് പറയുന്ന സ്ഥലത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈ വാല്യൂയും കൊടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൻസിലോ ഡിഗ്രിയിലോ ഉള്ള ആംഗിൾ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആംഗിൾസ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നിൽ ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ കാണാതെ പഠിക്കുക. ഞാൻ മാക്സിമം എല്ലായിടത്തും ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രീസിലും റേഡിയൻസിലും ആംഗിൾസ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് ചില ആംഗിൾസ് കാണാതെ പഠിക്കേണ്ടതുണ്ട്, ചില ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ആംഗിൾസ്. അതിൽ 0, 30, 45, 60, 90 ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം അതിനുവേണ്ടി ഇതാ ഇവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഈ സൈഡിലുള്ള ഈ ട്രയാങ്കിൾ യൂസ് ചെയ്ത് പഠിക്കുക. ഇപ്പം ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ട്രയാങ്കിൾ യൂസ് ചെയ്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് 1, 1, ഹൈപ്പോട്ടന്യൂസ് √2. അതുപോലെ തന്നെ വേറൊരു ട്രയാങ്കിളും ഉണ്ട് 60, 30, അതിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് 1, √3, 2 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ 45 ആണെന്ന് വിചാരിക്കാം. സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അപ്പം 1/√2 അത് തന്നെയല്ലോ സൈൻ 45. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അപ്പോൾ കോസ് 45 എന്ന് പറയുമ്പോൾ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, അതായത് 1/√2. അപ്പോൾ കോസ് 45 1/√2. അപ്പോൾ ടാൻ 45 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് 1/1. അപ്പോൾ ടാൻ 45യുടെ വാല്യൂ 1. അപ്പം ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ മാക്സിമം ഈ ട്രയാങ്കിൾ യൂസ് ചെയ്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കുക. ഇനി സൈൻസ് ഓഫ് ഫംഗ്ഷൻസ് ഇൻ ഈച്ച് ക്വാഡ്രന്റ്. ഇനി ഫസ്റ്റ് ക്വാഡ്രന്റിൽ ഓൾ ഫംഗ്ഷൻസ് ആർ പോസിറ്റീവ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും അതിൻ്റെ റെസിപ്രോക്കളായ കൊസീക്കും ആണ് പോസിറ്റീവ്. തേർഡ് ക്വാഡ്രന്റിൽ ടാനും അതിൻ്റെ റെസിപ്രോക്കളുമായ കോട്ടുമാണ് പോസിറ്റീവ്. ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും അതിൻ്റെ റെസിപ്രോക്കളുമായ സീക്കുമാണ് പോസിറ്റീവ്. ഇനി ആംഗിൾസ് എടുക്കുമ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ എടുക്കുകയാണെങ്കിൽ ആ ഒരു ആംഗിൾസിനെ നമ്മൾ പോസിറ്റീവായിട്ടും ക്ലോക്ക് വൈസിൽ എടുക്കുന്ന ആംഗിളിനെ നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ഓരോ ക്വാഡ്രന്റിലുള്ള ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോർമുലാസ് ആണിത്. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ്. ഇതിൽ രണ്ട് കാര്യം ചെയ്തിട്ടുണ്ട്, ഒന്ന് ചേഞ്ച്, ഒന്ന് നോ ചേഞ്ച്. ഇതിൽ ചേഞ്ച് എന്ന് വരുന്ന സ്ഥലത്തെല്ലാം നമ്മൾ സൈന് കോസ് ആകും, കോസ് സൈൻ ആകും. അതായത് വൈസ് വേഴ്സയാണ്, സൈന് കോസ് ആകും, കോസ് സൈൻ ആകും. ടാൻ്റെ കാര്യത്തിൽ ടാന് കോട്ടാകും, കോട്ട് ടാൻ ആകും. കൊസീക്കിൻ്റെ കാര്യത്തിൽ കൊസീക്ക് സീക്കാകും, സീക്ക് കൊസീക്കാകും. ഇതെപ്പോഴാണ് ചേഞ്ച് എന്ന് വരുന്ന സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്, ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. നോ ചേഞ്ച് എന്ന് വരുന്ന സ്ഥലത്ത് എന്താണോ ഇവിടെ കിടക്കുന്ന ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അത് അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഇപ്പോൾ സൈൻ ആണെങ്കിൽ സൈൻ എന്ന് തന്നെ എഴുതിയാൽ മതി, ചേഞ്ച് ഇല്ല അതുപോലെ തന്നെ എഴുതുന്നതിനാണ് ഞാൻ നോ ചേഞ്ച് തവണ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഇപ്പം സൈൻ 90 - θ ഈക്വൽ ടു കോസ് θ, ഇത് എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. സൈൻ 90 - θ, ഇവിടെ കിടക്കുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കണം. 90 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച്. അപ്പോൾ സൈൻ എന്തിലോട്ട് മാറും? കോസ്. ഇവിടെ ഞാൻ എഴുതിയിട്ടുള്ളത് പോലെ സൈൻ കോസ് ആയി. ഇനി അടുത്ത കോസ് ആണെങ്കിൽ നമുക്ക് നോക്കാം. കോസിന്റെ കാര്യത്തിൽ 90 - θ, 90 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച്. അപ്പോൾ കോസ് എന്നൊന്നാകും സൈൻ. ഇനി ടാൻ എന്ന് പറയുമ്പോൾ എന്തൊന്നാണ്? ടാൻ 90 - θ, 90 എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച്. അപ്പോൾ ടാൻ കോട്ടായി. അങ്ങനെ നമുക്ക് ബാക്കി എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രന്റിലെ എല്ലാം നോക്കാം. സൈന് 360 എന്ന് പറയുമ്പോൾ എവിടെ വരും? 0 ഡിഗ്രിയുടെ അവിടെ വരും. അപ്പം നോ ചേഞ്ച്, സൈൻ സൈന് തന്നെ.
കോസും 360 നോ ചേഞ്ച്, ടാൻ 360 നോ ചേഞ്ച്. മനസ്സിലായോ? ഇനി നമുക്ക് ഓരോന്ന് ബാക്കിയുള്ള കോർഡിനേറ്റ്സ് കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം. സൈൻ കൺവെൻഷൻ ഞാൻ പറയാം, ജസ്റ്റ് നിന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി സൈൻ 90 പ്ലസ് തീറ്റ, ഇതിൽ 90 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച്. അപ്പോൾ സൈന് കോസ് ആകും. കോസ് 90 പ്ലസ് തീറ്റ, 90 എന്നല്ലേ വന്നത്, അപ്പോൾ എന്തോന്നാണ്? സൈൻ ചേഞ്ച് ചെയ്യും. 90 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ്, അപ്പോൾ കോസ് സൈൻ ആകും. ഇനി അടുത്ത ടാൻ 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോഴും 90 എന്നാണ് വന്നത്, അപ്പോൾ 90 എന്ന് പറയുമ്പോൾ ചേഞ്ച്, ടാന് കോട്ടാവും. ഇനി 180യുടെ കാര്യത്തിൽ നോ ചേഞ്ച് ആണ്, അപ്പം നോ ചേഞ്ച് എന്ന് പറയുമ്പോൾ സൈൻ സൈന് തന്നെ, കോസ് കോസ് തന്നെ, ടാൻ ടാന് തന്നെ. ഇതിൽ നടുക്കത്തെ കാര്യം നിങ്ങൾ നോക്കിയെന്ന് വേണ്ട കേട്ടോ. നടുക്കത്തെ സിമ്പിൾ ഇല്ലേ, അതായത് 90 പ്ലസ് തീറ്റ ആണോ 90 മൈനസ് തീറ്റ എന്നാണോ എന്ന് നിങ്ങൾ നോക്കണ്ട. ഇതിൽ കിടക്കുന്ന ആദ്യത്തെ വാല്യൂ, അതായത് 90 ആണോ 180 ആണോ എന്നുള്ള ഇത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഇനി തേർഡ് ക്വാഡ്രന്റിൽ പോവുകയാണെങ്കിൽ സൈൻ 180, സൈൻ 180 പ്ലസ് തീറ്റ, ഇതിൽ 180 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? നോ ചേഞ്ച്. അതുകൊണ്ട് തന്നെ സൈൻ സൈന് തന്നെ, കോസ് കോസ് തന്നെ, ടാൻ ടാൻ തന്നെ. ഇനി 270 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ 270 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച്. അപ്പോൾ സൈൻ എന്തോന്നാവണം? കോസ് ആകണം, കോസ് സൈൻ ആകണം, ടാന് കോട്ടാകണം. ഇനി ലാസ്റ്റ് ക്വാഡ്രന്റിൽ പോവുകയാണെങ്കിൽ സൈൻ മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഇതെങ്ങനെ വന്നതെന്ന് നോക്കാം. ഈ മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്ലോക്ക് വൈസിലാണ് ആംഗിൾ എടുക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ മൈനസിലാണ് കാണിക്കുന്നതെന്ന്. ഈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ 0 ഡിഗ്രി എന്നാണ് എടുക്കുന്നത്. അപ്പോൾ എന്തോന്നാണ്? ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? നോ ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് സൈൻ സൈന് തന്നെ, കോസ് കോസ് തന്നെ, ടാൻ ടാൻ തന്നെ. ഇനി 270 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച്. അതുകൊണ്ടാണ് സൈൻ കോസായി, കോസ് സൈനായി, ടാൻ കോട്ടായി. ഇനി അടുത്തത് സൈൻ 360 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഇത് ഫോർത്ത് ക്വാഡ്രന്റിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സൈൻ 360 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ. ഇതിൽ 360 എന്ന് പറയുന്നത് ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? നോ ചേഞ്ച്. അതുകൊണ്ട് തന്നെ സൈൻ ചേഞ്ച് ചെയ്യേണ്ട, സൈൻ സൈന് തന്നെ, കോസ് കോസ് ചെയ്യണേ, ടാൻ ടാൻ തന്നെ. ഇനി നമ്മൾ കണ്ടുപിടിച്ച ആംഗിൾസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ള കാര്യം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി ഇവിടെ കാണിച്ചിട്ടുള്ളതിൽ റെഡ് ഫോണ്ടിലുള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ആംഗിൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെഡ് ഫോണ്ടിലുള്ളത് വെച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോവുകയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ കോസ് തീറ്റ. ഫസ്റ്റ് ക്വാഡ്രന്റ് എല്ലാം പോസിറ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ സൈനും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിലെ സൈൻ കൺവെൻഷൻ പോസിറ്റീവ്. അതുകൊണ്ടാണ് നമുക്ക് സൈൻ 90 മൈനസ് തീറ്റ ഈക്വൽ കോസ് തീറ്റ എന്ന് കിട്ടിയത്. ഇനി കോസ് 90 മൈനസ് തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ. ഇനി കോസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഫ്രണ്ടിലെ സൈനിന്റെ ഫ്രണ്ടിലെ ഇതും പോസിറ്റീവ്. ഇനി ടാൻ എന്ന് പറയുന്നതും പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോട്ടിന്റെ ഫ്രണ്ടിലും പോസിറ്റീവ്. ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ എല്ലാ ആംഗിൾസും പോസിറ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് സെക്കൻഡ് ക്വാഡ്രന്റിലോട്ട് പോയാൽ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ 90 പ്ലസ് തീറ്റ ഈക്വൽ കോസ് തീറ്റ. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പുറത്തെ സൈഡിൽ പോസിറ്റീവ്. എപ്പോഴും ആലോചിക്കുക, റെഡ് ഫോണ്ടിലുള്ളത് നോക്കിയാണ് നമ്മൾ സൈൻ കൺവെൻഷൻസ് കൊടുക്കേണ്ടത് ഇപ്പുറത്തെ സൈഡിൽ. അപ്പോൾ സൈൻ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലും പോസിറ്റീവ്. ഇനി അടുത്ത രണ്ടാമത്തിലോട്ട് പോയാൽ കോസ് 90 പ്ലസ് തീറ്റ. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇപ്പുറത്തെ സൈഡിൽ മൈനസ് സൈൻ വന്നത്. അതുകൊണ്ടാണ് കോസ് 90 പ്ലസ് തീറ്റ ഈക്വൽ ടു മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടിയത്. ടാൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. അതുകൊണ്ടാണ് മൈനസ് സൈൻ കൺവെൻഷൻ വന്നത്. അങ്ങനെ ബാക്കി എല്ലാത്തിൻ്റെയും ഈ റെഡ് ഫോണ്ടിലുള്ള ഇത് വെച്ചിട്ടാണ് നമ്മൾ സൈൻ കൺവെൻഷൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇനി അടുത്തതാണ് പ്രോപ്പർട്ടീസ് ഓഫ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില ഇക്വേഷൻസ് ആണ്. സൈൻ 2θ ഈസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ, കോസ് 2θ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, അല്ലെങ്കിൽ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1, അല്ലെങ്കിൽ 1 മൈനസ് 2 സൈൻ സ്ക്വയർ തീറ്റ. ഇനി ടാൻ 2θ ഈസ് ഈക്വൽ ടു 2 ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2θ ബൈ 2, കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കോസ് 2θ ബൈ 2, ടാൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2θ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് 2θ. ഇനി കോമ്പൗണ്ട് ആംഗിൾസിന്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി,
സൈൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. cos a plus b is equal to cos a cos b minus sin a sin b. Cos a minus b is equal to cos a cos b plus sin a sin b. Tan a plus b is equal to tan a plus tan b divided by 1 minus tan a tan b. Tan a minus b is equal to tan a minus tan b divided by 1 plus tan a tan b. ഇത്ര ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. ഇതിൽ സൈനും കോസും ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് സൈൻ എന്ന് പറയുമ്പോൾ എസ് സി സി എസ് എന്നും കോസ് എന്ന് പറയുമ്പോൾ സി സി എസ് എസ് എന്നും ഇക്വേഷൻ യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പോലും പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് കോസ് 1, കോസ് 2, കോസ് 3 അങ്ങനെ up to cos 100 is. ഇതിന്റെ ആൻസർ 0 ആണ്. അപ്പോൾ അതെങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. നമുക്കറിയാം cos 90യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. cos 90 ഇതിന്റെ ഇടയിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ cos 90 0 ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ 0 ബാക്കിയുള്ള എലിമെന്റ്സിലൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 0 തന്നെ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് എ 0 ലെസ് ദാൻ എ ലെസ് ദാൻ 90 ദെൻ എ ഈക്വൽ ടു 45 ഡിഗ്രി. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് സൈൻ എ ഇസ് ഈക്വൽ ടു കോസ് എ എന്ന കണ്ടീഷനിൽ എയുടെ വാല്യൂ എന്താണെന്നാണ്. ഇതിൽ 0 ലെസ് ദാൻ എ ലെസ് ദാൻ 90 എന്ന് പറയുമ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. മാത്രമല്ല നമുക്കറിയാം സൈനിനും കോസിനും സെയിം വാല്യൂ വരുന്ന ഒരേ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ്. 45 ഡിഗ്രി എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. സോ ദി ആൻസർ ഈസ് 45 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് സൈൻ എ ഇസ് ഈക്വൽ ടു ഹാഫ് 0 ലെസ് ദാൻ എ ലെസ് ദാൻ 90 the 4 cos cube a minus 3 cos a is equal to. നമുക്ക് നോക്കാം. 0 ലെസ് ദാൻ എ ലെസ് ദാൻ 90 എന്ന് പറയുമ്പോൾ ആംഗിൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഇനി സൈൻ എയുടെ വാല്യൂ തന്നിട്ടുണ്ട് 1/2. അപ്പോൾ നമുക്ക് സൈഡിലൊരു ട്രയാംഗിൾ വരയ്ക്കാം. നമുക്കറിയാം സൈൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പം ഈ ട്രയാംഗിളിൽ ഞാൻ ഓപ്പോസിറ്റ് സൈഡിൽ 1ഉം ഹൈപ്പോട്ടിന്യൂസിന് 2 എന്ന വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി പൈതഗോറസ് തിയറം അനുസരിച്ച് നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് √3 ആണ്. ഇനി ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് കോസ് എ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോസ് എ കണ്ടുപിടിക്കാം. കോസ് എ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഈ കേസിൽ x/2 that is equal to √3/2. അപ്പോൾ നമുക്ക് 4 cos cube a minus 3 cos a എന്ന ഇക്വേഷനിൽ cos a യുടെ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 0. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് sin θ by cos θ plus cos θ by sin θ is equal to 2 then the value of θ is. ഇതിന്റെ ആൻസർ π/4 ആണ്. ഇത് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ രണ്ട് നമ്പേഴ്സ് കൂട്ടിയാൽ 2 കിട്ടുമെന്ന് നോക്കാം. 1 + 1 = 2. നമുക്ക് എല്ലാവർക്കും അറിയാം sin θയ്ക്കും cos θയ്ക്കും ഒരേ വാല്യൂ വന്നാൽ മാത്രമാണ് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 എന്ന ഉത്തരം കിട്ടുന്നത്. അതുകൊണ്ട് sin θയ്ക്കും cos θയ്ക്കും എപ്പോഴാണ് ഒരേ വാല്യൂ വരുന്നതെന്ന് നമുക്ക് നോക്കാം. അത് sin 45 = cos 45 വരുമ്പോൾ മാത്രമാണ്. ആ സമയത്തെ വാല്യൂ എന്ന് പറയുന്നത് 1/√2. അങ്ങനെയെങ്കിൽ 45 ഡിഗ്രിയുടെ റേഡിയനിലുള്ള മെഷറാണ് π/4. ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ കാരണം sin θയുടെയും cos θയുടെയും വാല്യൂസ് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് tan A is equal to 7/9, tan B is equal to 1/8, ദി വാല്യൂ ഓഫ് A plus B. ഇതിൽ A plus B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കോമ്പൗണ്ട് ആംഗിളിലെ ഇക്വേഷൻ യൂസ് ചെയ്ത് tan A plus B is equal to tan A plus tan B divided by 1 minus tan A tan B. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. അതായത് tan A plus B is equal to 1. ഇനി ടാനിന് തീറ്റ 1 കിട്ടുന്ന കണ്ടീഷൻ ഏതാണെന്ന് നോക്കാം. അതായത് 45 ഡിഗ്രി. സോ A plus B is equal to 45 ഡിഗ്രി. അടുത്ത ക്വസ്റ്റ്യൻ, ദ വാല്യൂ ഓഫ് sin 2A minus sin 2B divided by cos 2A minus cos 2B is. ഇതിൻ്റെ ഉത്തരം മൈനസ് കോട്ട് A plus B എന്നാണ്. ഇതിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ട്രിഗ്നോമെട്രിയുടെ സബ്സ്ട്രാക്ഷൻ റൂളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്റർ sin 2A minus sin 2B എന്നത് 2 cos 2A plus 2B divided by 2 into sin 2A minus 2B divided by 2 എന്നാവും. ഡിനോമിനേറ്റർ ആയ cos 2A minus cos 2B എന്നത് മൈനസ് 2 sin 2A plus 2B divided by 2 into sin 2A minus 2B divided by 2. ഇതിൽ sin 2A minus 2B by 2 എന്നത് രണ്ടിലും കോമൺ ആണ്. അതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി റിമൈൻ ചെയ്യുന്നത് 2 cos A plus B divided by മൈനസ് 2 sin A plus B. ഇതിൽ 2ഉം 2ഉം ക്യാൻസൽ ആവും. ഇനി cos by sin എന്ന് പറയുന്നത് കോട്ടാണ്. സോ മൈനസ് കോട്ട് A plus B. ഇനി ഈ ഇക്വേഷൻ പഠിക്കാൻ പറ്റാത്തവർ നമുക്ക് ആംഗിൾസ് യൂസ് ചെയ്തൊന്നും ഇത് കണ്ടുപിടിക്കാം. സോ നമുക്ക് ആൻസർ നോക്കിയാൽ ഓപ്ഷൻസിൽ A plus B എന്ന ഫോമിലാണ് തന്നിട്ടുള്ളത്. സോ A plus B എന്ന ആംഗിളിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. A 90 ആയിട്ടും B 30 ആയിട്ടും എടുക്കാം. ഇനി നമുക്ക് ഈ ഇക്വേഷനിൽ നേരെ ഇതിൻ്റെ വാല്യൂസ് കൊടുത്ത് സോൾവ് ചെയ്താൽ 1/√3 എന്ന ആൻസറാണ് കിട്ടുന്നത്. ഇനി വേറെ ഏത് കണ്ടീഷനിലാണ് ഇതേ ആൻസർ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. മൈനസ് കോട്ട് A plus Bയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് മൈനസ് കോട്ട് 90 plus 30 എന്ന് കിട്ടും. 90 എന്ന് പറയുന്നത് ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ tan 30 എന്നാണ് കിട്ടുന്നത്. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാൻ വേണ്ടി ഏത് ക്വാഡ്രൻ്റ് ആണോ നമുക്ക് നോക്കാം. 90 plus 30 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ മൈനസ് സൈൻ വരും. സോ മൈനസ് മൈനസും ക്യാൻസൽ ആയി പോകും. tan 30 എന്ന് കിട്ടും. tan 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√3 എന്നാണ്. ഇനി ഈ മെത്തേഡിൽ നമ്മൾ ഓപ്ഷൻസിൽ നിന്നാണ് ആൻസർ കണ്ടുപിടിക്കാറുള്ളത്. സോ ഓരോ ഓപ്ഷൻസിലും നമ്മൾ ഈ ആംഗിൾസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം കണ്ടുപിടിക്കാൻ. ഇത് നമുക്ക് ഇക്വേഷൻ അറിഞ്ഞൂടെങ്കിലും നമുക്ക് ഓപ്ഷൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സീക്ക് A plus tan A into 1 minus sin A is equal to. ഇതിൽ CK എന്ന് പറയുന്നത് കോസയുടെ റെസിപ്രോക്കൽ ആണ്. സോ CKക്ക് പകരം നമുക്ക് 1/cos എന്ന് എഴുതാം. ഇനി tan A എന്ന് പറയുന്നത് sin by cos A ആണ്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് 1/cos A plus 1/sin A divided by cos A into 1 minus sin A. ഇനി നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരമാണ് 1 plus sin A into 1 minus sin A divided by cos A. 1 plus sin A into 1 minus sin A എന്ന് പറയുന്നത് 1 square minus sin square A എന്നാണ്. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് 1 minus sin square A divided by cos A എന്ന് കിട്ടും. ഇനി 1 minus sin square A എന്ന് പറയുന്നത് cos square A ആണ്. സോ cos square A divided by cos A is equal to cos A. അടുത്ത ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് cos 330 plus tan 135 degree is. cos 330യുടെ വാല്യൂ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതായത്
കോസ് 360 മൈനസ് 30. ഇനി 360 എന്ന് പറയുന്നത് നോ ചേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കോസിന് ചേഞ്ച് വരുത്താതെ വീണ്ടും കോസ് തന്നെ എഴുതാം. ഇനി ഇത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നതെന്ന് നോക്കാം. 330 ഡിഗ്രി എന്ന് പറയുമ്പോൾ 270 ഡിഗ്രിയേക്കാളും വലുതാണ്. അതുകൊണ്ട് ഇത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിൽ കോസും സീക്കും പോസിറ്റീവ് ആണ്. അതുകൊണ്ട് പോസിറ്റീവ് കോസ് 30. ഇനി കോസ് 30യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2. ഇനി നെക്സ്റ്റ് tan 135. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ tan 90 + 45 എന്നാവും. 90 എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ്. അതുകൊണ്ട് tan കോട്ട് ആകും. സോ കോട്ട് 45. ഇനി 135 ഡിഗ്രി എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സെക്കൻഡ് ക്വാഡ്രന്റിൽ പക്ഷേ സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്. അതുകൊണ്ട് തന്നെ മൈനസ് കോട്ട് 45 എന്നാണ് കിട്ടുന്നത്. ഇനി കോസ് 45ന്റെ വാല്യൂ 1. സോ -1. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് √3 - 2/2. അടുത്ത ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് tan 315 ഡിഗ്രി ഈസ് ഈക്വൽ ടു -1. ഇനി ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നമുക്ക് നോക്കാം. tan 315നെ നമുക്ക് tan 360 - 45 എന്ന് റെപ്രസെന്റ് ചെയ്യാം. നമുക്കറിയാം 360 എന്ന് പറയുമ്പോൾ നോ ചേഞ്ച് ആണ്. അപ്പോൾ നമുക്ക് ടാനിനെ ടാനായിട്ട് തന്നെ എഴുതാം. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് tan 45. ഇനി ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ക്വാഡ്രന്റ് നോക്കാം. 315 ഡിഗ്രി എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഫോർത്ത് ക്വാഡ്രന്റിലെ കോസും സീക്കുമാണ് പോസിറ്റീവ്. സോ ടാന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് -tan 45. ഇനി നമുക്കറിയാം tan 45ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ ദി ഫൈനൽ ആൻസർ ഈസ് -1. അടുത്ത ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് സീക്ക് -240 ഡിഗ്രി ഈസ്. നമുക്കറിയാം സീക്ക് -240യെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. സീക്ക് -270 + 30 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇനി മൈനസ് സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗിൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ -270 എന്ന് പറയുമ്പോൾ ടോപ്പിൽ വരും. ഇനി നമുക്കറിയാം ആ പൊസിഷനിൽ ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച്. സോ സീക്ക് കൊസീക്ക് ആവും. അങ്ങനെ കിട്ടുന്ന വാല്യൂ ആണ് കൊസീക്ക് 30. ഇനി അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കാം. -240 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. പക്ഷെ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കൊസീക്കുമാണ് പോസിറ്റീവ്. സോ ഈ കേസിൽ -കൊസീക്ക് 30. ഇനി കൊസീക്ക് 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. സോ ദി ആൻസർ ഈസ് -2. അടുത്ത ക്വസ്റ്റ്യൻ, ദി വാല്യൂ ഓഫ് സൈൻ 120 ഡിഗ്രി ഈസ്. സൈൻ 120 എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ സൈൻ 90 + 30 എന്നാകും. 90 എന്ന് പറയുന്നത് ചേഞ്ച് ആണോ നോ ചേഞ്ച് ആണോ? ചേഞ്ച് ആണ്. സോ സൈൻ എന്ന് പറയുന്നത് കോസ് 30 എന്ന് കിട്ടും. ഇനി 120 എന്ന് പറയുന്നത് ഏത് ക്വാഡ്രന്റിലാണ് വരുന്നത്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. സോ സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനിന്റെയും കൊസീക്കിന്റെയും വാല്യൂ പോസിറ്റീവ് ആണ്. സോ +cos 30. ഇനി cos 30യുടെ വാല്യൂ എന്ന് പറയുന്നത് √3/2 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് cos x ഈക്വൽ ടു sin x + 40 then the value of x is. ഇതിൽ എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം cos xനെ സൈനിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് sin 90 - x. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാകും
എക്സ് പ്ലസ് 40 എന്ന് പറയുന്നത് 90 മൈനസ് എക്സിന് ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം ദി ടോപ്പ് ഓഫ് എ ലൈറ്റ് ഹൗസ് 100 meter high, the angle of depression of two boats on the sea level are θ1 and θ2, where tan θ1 is equal to 1/2 and tan θ2 is equal to 4/3. The distance between the boats is. ഇനി ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഹൊറിസോണ്ടൽ എന്ന് താഴോട്ടുള്ളതാണ്. സൈഡിൽ ഫിഗർ നോക്കി നമുക്ക് മനസ്സിലാവും സിയും ഡിയുമാണ് രണ്ട് ബോട്ടിൻ്റെയും പൊസിഷൻസ്. സോ ഈ ബോട്ടിനിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്, സി ഡി. ഇനി ടാൻ തീറ്റയുടെ വാല്യൂ തന്നിട്ടുണ്ട്, ടാൻ θ1 is equal to 1/2. ഇനി ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും θ1 is equal to AB divided by BC. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് BC കിട്ടും, അതായത് 200. അതുപോലെ തന്നെ ടാൻ θ2 is equal to AB by BD. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ബി ഡിയുടെ വാല്യൂ കിട്ടും 75. ഇനി കണ്ടുപിടിക്കേണ്ടത് സി ഡി ആണ്. സോ ബി ഡി മൈനസ് സി ഡി. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് -125 എന്നാണ് കിട്ടുന്നത്. ഈ മൈനസ് കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, ഈ നെഗറ്റീവ് സൈൻ വരാൻ കാരണം θ1 θ2വിനേക്കാളും ചെറുതായതുകൊണ്ടാണ്. ശരിക്കുമുള്ള കണ്ടീഷനിൽ θ1 ആണ് θ2വിനേക്കാളും വലുത്. സോ നമുക്ക് നെഗറ്റീവിനെ എടുത്തു കളഞ്ഞാൽ 125 മീറ്റർ എന്ന് കിട്ടും. ഇന്ന് പഠിപ്പിച്ച ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളെ ഡൗട്ട്സും കാര്യങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. എന്തായാലും ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു.